14 ലോകങ്ങളെയും ജയിച്ചവൻ മഹിഷാസുരൻ. ലോകങ്ങളെയും ഭരിക്കുന്നവൻ മഹിഷാസുരൻ. അഗ്നിദേവനാൽ നേടിയ വരപ്രസാദം അഗ്നിക്ക് പോലും എന്നെ ചുട്ടരിക്കാൻ സാധ്യമല്ല. ദേവന്മാരാലും അസുരന്മാരാലും എന്തിനാ കേവലം മനുഷ്യന്മാരാലും എനിക്കും മരണമില്ല. സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തികളായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ഒരുമിച്ച് യുദ്ധം ചെയ്തിട്ടും എന്നെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. പിന്നെയല്ലേ അവരുടെ സൃഷ്ടിയിലൂടെ ഒരു അജയനായ മഹിഷാസുരൻ ജയിക്കട്ടെ. ഇനി മഹിഷാസുരന്റെ ഭരണം അത് പൂർണ്ണമായും ആസുരമായിരിക്കും. ഓരോ മനസ്സിലും ഇരുട്ടു നിറഞ്ഞിരിക്കും. ദേവന്മാരെ പ്രകീർത്തിക്കുന്ന ഒരു മന്ത്രങ്ങളും മനസ്സിൽ നിറഞ്ഞു നിൽക്കരുത്. ഇതാ ഞാൻ കലിയുഗം തീർത്തിരിക്കുന്നു. എന്റെ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. മഹിഷാസുരൻ നീണാൾ വാഴട്ടെ. മഹിഷാസുരൻ നീണാൾ വാഴട്ടെ. ആർക്കും ഞാൻ ശാന്തിയും സമാധാനവും തരില്ല. ഒരു വീട്ടിലും ഞാൻ സ്വസ്ഥത തരില്ല. ഇനി മഹിഷാസുരന്റെ ആസുര ലോകത്ത് ഭൂതപ്രേത പിശാചുക്കളാടി തിമർക്കട്ടെ. അജയനായ മഹിഷാസുരൻ ജയിക്കട്ടെ. ഓം നമഃ ശിവായ. ആസുരീയ ഭാവം പൂണ്ട ഈ മഹിഷാസുരനിൽ നിന്ന് രക്ഷിക്കണേ, 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 രക്ഷിക്കണേ. ഇന്ദ്രാദി ദേവന്മാരുടെയും മഹാവിഷ്ണു മഹേശ്വരന്മാരുടെയും ഭക്തിയുടെ തട്ടോട്ടം കണ്ടില്ലേ? ഇനി മുതൽ ഈ മഹിഷാസുരന്റെ നാമം മാത്രം ജപിച്ചാൽ മതി. അല്ലാത്തവരെയെല്ലാം കാലമുഴിക്കഴിക്കും. ഇത് മഹിഷാസുരന്റെ ശാസനയാണ്. ഇന്ദ്രസിംഹാസനം കൈയടക്കിയ മഹിഷാസുരൻ ഭൂമിയിലെങ്ങും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. നമ്മുടെ ഭക്തന്മാരെ ക്രൂരമായി പീഡിപ്പിക്കുന്നു. യാഗങ്ങൾ മുടക്കുന്നു. നാരായണ നാരായണ, ദേവാദിദേവ, മഹാദേവ, അങ്ങ് സർവജ്ഞനാണ്. ഈ കൊടും ദുഃഖത്തിന്റെ നിവാരണ മാർഗം അന്വേഷിച്ചെത്തിയവരാണ് ഞങ്ങൾ. ത്രിമൂർത്തികളാൽ വധിക്കപ്പെടില്ലെന്ന അഹങ്കാരമാണ് ആ മഹിഷാസുരനുള്ളത്. ഒരു കന്യകയിലൂടെ മാത്രം മരണം അതിന്റെ സമയമായിരിക്കുന്നു. ദുഷ്ടനായ മഹിഷാസുരന്റെ വിനാശത്തിന് വിശ്വമോഹിനി ഇതാ ലോകമാതാവായി അവതരിച്ചിരിക്കുന്നു. ദിവ്യതയുടെ ദിവ്യ തേജസ് വിളങ്ങി നിൽക്കും. ഹേ വിശ്വമോഹിനി, അഖിലാണ്ട മണ്ഡലനാഥിയായ പരബ്രഹ്മ സ്വരൂപിണി, അവിടുത്തെ അവതാരോദ്ദേശം നിറവേറ്റുക. അഹോ ദുരാചാര നികർഷ സത്യമേ, നിന്റെ ദുർമതം ഈ ക്ഷണത്തിൽ അവസാനിക്കാൻ പോകുന്നു. കൈലാസമെല്ലാം കൊടുങ്കാവത്തിൽ കൊള്ളിയൊലിച്ച് കുടിതാണ്ടവ താളമുയർന്ന്
വാടാ പിറന്നവൾ വെല്ലുവിളിച്ച് കാൽവെള്ള താളത്തിൽ ഭൂമിക്കുലുങ്ങി കാലിക കോട്ട കുലുങ്ങി തുടങ്ങി അരയാലിലെ താളം പിടിച്ച് അരനാരുടൻ നിന്നു വിറച്ച് അല്ല മാമല്ല കൈലാസമല്ല കൊടുത്താപത്തിൽ കൊള്ളിയൊലിച്ച് മകുടമണിഞ്ഞതല പടവാളാൽ മണ്ണീട കുലമോടരികളെ കൊല ചെയ്തു കാളി താണ്ഡവതാളത്തിൽ ചോടുകൾ വെച്ച് തന്നകഭൂഷണം പത്തി വിരിച്ച് ശ്രീ പരമേശ്വരൻ കണ്ണുമിടിച്ച് ഞാനാണ് ശ്രീകാളി എന്നു മിനച്ച് അരയാളിലെ താളം പിടിച്ച് അരനാരുടൻ നിന്നു വിറച്ച് അല്ല മാമല്ല കൈലാസമല്ല കൊടുത്താപത്തിൽ കൊള്ളിയൊലിച്ച് കരളിലാളുന്ന തീയിൽ വെന്തെരിയുവാൻ കരുണയറ്റൊരീ കാലപാശത്തിനാൽ മുറുകി വലിയുന്ന ബന്ധനത്തിൻ കുരുക്കുടലിൽ വിങ്ങലായുണരവേ ഞാനിന്ന് പൊരുതുവാൻ കരുത്തുറ്റകം മുറിവുകൾ നിറയെ രക്തം ചുരത്തുന്നു പിന്നെയും മരണമല്ലാതെ ശാപമോക്ഷത്തിനൊരു വഴികളൊന്നും തുറന്നതില്ലറിവു ഞാൻ. പൈശാചികതയുടെ ആൾരൂപമായ ഹേ അസുരാധമ, വേദാദിമന്ത്ര സമുത്കൃഷ്ട പുണ്യഭൂമിയെ പാതകിയായ നീ നീചത്വം നൽകി നശിപ്പിക്കുന്നുവോ? അന്ധകടാഹങ്ങളെയും വെറുപ്പിച്ച് വിരൽത്തുമ്പിൽ നിർത്തി പന്താടുന്ന മഹിഷാസുരന് ഭീഷണിയോ? അവസാന നാശം ആക്രോശിക്കുന്ന സ്ത്രീ ശബ്ദം ആരുടെ? എവിടെ? എന്തിന്? അന്വേഷിച്ചറിയണ്ട അസുരാധമ, നിന്റെ മുന്നിൽ തന്നെ ഞാൻ വന്നിരിക്കുന്നു. അവിവേകം സ്ത്രീവേഷം കെട്ടിയാടുന്ന പെൺകോലമേ, സ്വരൂപിണി, നരകാഗ്നിയിൽ പതിച്ചു വെന്തെരിയാൻ തുനിയുന്ന അല്പപ്രാണിയായ ദുർമേധസേ, ഈ എന്റെ ശത്രുവോ? സ്വപ്നത്തിൽ പോലും എന്റെ ദർശനം കൊണ്ട് ഭയചകിതയാകുന്ന നീ എനിക്കൊരു എതിരാളിയോ? വേണ്ട. അഹങ്കാരിയാണെങ്കിലും നമ്മുടെ ഭാര്യമതം അലങ്കരിക്കാൻ പോന്നവൾ തന്നെ. നിർത്തുന്നതിന്റെ ജൽപ്പനങ്ങൾ. ഭീരുവായ നിന്നെ പതിയായി വരിക്കുവാനോ സൃഷ്ടിസ്ഥിതി സംഹാര ചൈതന്യങ്ങളെ ജയിച്ചുവെന്ന് നീ അഹങ്കരിക്കേണ്ട. ഓംകാര പരബ്രഹ്മ സ്വരൂപിണിയായ എന്റെ സൃഷ്ടിയുടെ ലക്ഷ്യമാണ് നിന്റെ നാശം. പ്രപഞ്ച സത്യം ഒന്നു മാത്രം, എന്റെ ശക്തി ചൈതന്യം നിന്നാൽ തടഞ്ഞു നിർത്താനാവില്ല. പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും എന്നെ എതിരിടാനാവില്ല. അതുകൊണ്ട് അവസാന നിമിഷം നിനക്ക് പശ്ചാത്തപിക്കാൻ പോലും ഞാൻ അവസരം തരാതെ നിന്നെ ഞാൻ വധിക്കാൻ പോകുന്നു. ഇതാ ഇവിടെ. Jagadom,
सरस्वती दशा